ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അങ്കമാലിയിലാണ്. ഡോക്ടർ വർഗീസ് മൂലൻ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഹായ് സാർ. നമസ്കാരം. ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. വളരെ സുഖമായിട്ട് പോകുന്നു. നല്ല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. സാറ് ആകെ ഒരു ടയേർഡിലാണ്. സാറിൻ്റെ എന്താ പറയുക, സാറ് ഓട്ടത്തിലാണെന്ന് അറിയാം. ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി തന്നതിന് വളരെയധികം സന്തോഷം. ഓക്കെ സാറേ, നമ്മുടെ സാറിനെ കുറിച്ച്, നമ്മുടെ ലൈഫ് ജേണിയെ കുറിച്ചുള്ള നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യാവും. ജേണി എന്ന് പറഞ്ഞാൽ അതിന് പല തലങ്ങളുണ്ട്. ഓക്കെ. നമ്മൾ സ്ട്രൈവ് ചെയ്യുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്തുള്ളതുകൊണ്ട്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ടെക്നിക്കലായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ആത്മീയ തലങ്ങൾ, മറ്റുള്ള സപ്പോർട്ടോടുകൂടി പ്രാർത്ഥനയും അങ്ങനെ ആ തലങ്ങളുടെ സപ്പോർട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു ജേണി എന്ന് പറയുന്നത് പൂർത്തിയാവുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിന് ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടാണല്ലോ ഈ ഒരു ജേണിയിലേക്ക് പോകുന്നത്. അതെ. നമ്മളിത് എത്ര നാളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്? പഠനം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ജേണിയെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ പറഞ്ഞിരുന്നു ജീവിതം ഒരു യാത്രയാണ്. എന്നെ സംബന്ധിച്ചുള്ള അത് കൃത്യമാണ്. ഫുൾ ടൈം യാത്ര കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ഡിഗ്രി 77 കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയി ജോയിൻ ചെയ്തു ചെന്നൈയിൽ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി അവിടെ ഒരു കമ്പനി ജോലി ചെയ്തു. അപ്പോൾ ആ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു മെയിനായിട്ട് കമ്പനിയിൽ. അപ്പോൾ അതോടനുബന്ധിച്ച് അത് ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ മാനുഫാക്ചേഴ്സാണ് അവർ. ലോക്കുകളെല്ലാം, കാർ ഡോർ ലോക്കുകളും മറ്റേതൊക്കെ. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഓൾ ഓവർ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മേഖലയിലേക്കാണ് അല്ലേ? ആദ്യം പത്രത്തിൻ്റെ പത്രസ്ഥാപനത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആയിരുന്നു ആദ്യം ജോലി ചെയ്തത്. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഓൾ ഇന്ത്യ ഹെഡായിട്ട്, മാർക്കറ്റിംഗ് ഹെഡായിട്ട് ചാർജ് എടുത്തത്. സ്വന്തമായിട്ട് എടുക്കുന്ന ഇവിടുന്ന് ആദ്യം ഗൾഫിൽ, വിദേശത്ത് പോയി, സൗദിയിൽ. അവിടെ പോയി അവിടെ ഏതാണ്ട് 4 വർഷം ജോലി ചെയ്തു. 81 പോയത്. അപ്പോൾ 81 പോയി 4 വർഷം അവിടെ അറബിയുടെ കീഴിൽ ജോലി ചെയ്ത്, എന്നിട്ട് അവസാനം അറബിയായിട്ട് തന്നെ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്, ഒരു സൂപ്പർ മാർക്കറ്റ് ആദ്യം തുടങ്ങി മോൻ്റെ പേരിൽ, വിജയ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ അൽക്കൊബ. മോൻ്റെ പേര് 84 മോൻ ജനിക്കുന്നത്. 85 ജൂണിലാണ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വിജയ് ഉടനെ അത് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ നെറ്റ്വർക്ക്, മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്, ഫിലിപ്പീൻ, തായ്ലൻഡ്, അതുപോലെ സ്പൈസസ് എല്ലാം ഇറക്കുമതി ചെയ്തിട്ട് ഇറക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതെല്ലാം വെച്ചിട്ട് വിജയ് തന്നെയാണ് ഈ പേര്. നമ്മളതിന്റെ ബ്രാൻഡിംഗ് പേര് വിജയ് എന്നാണ്. വിജയ് മോന്റെ പേരാണ് വിജയ്. ആ പേര് തന്നെയാണ് ഇപ്പോഴും നമ്മൾ. വിജയ് 2 പേരുണ്ട്. വിജയ് മോനുണ്ട്, ജയശ്രീ മോള്. ഓക്കെ. വിജയ് ജയ് 2 ബ്രാൻഡുണ്ട്. അതാണ് ആ ഒരു ബ്രാൻഡിൽ കൊടുത്തിരിക്കുന്നത്. 2 ബ്രാൻഡ്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്ര പ്രൊഡക്ട്സുകളാണ് നമുക്കിപ്പോ 300-ലധികം ഐറ്റംസ് ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ. അത് നമ്മളെ വിദേശങ്ങളിലേക്കും മെയിനായിട്ട് വിദേശങ്ങളിലാണ്. ഇവിടെ കൂടുതൽ നമ്മൾ ഇന്ത്യയിലധികം ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം വിദേശങ്ങളിലാണ് അത് ചെയ്യുന്നത്. അതുപോലെ ദുബായിൽ നമുക്ക് പാക്കിംഗ് ഇതുണ്ട്, ഫാക്ടറി ഉണ്ട്. ദമാമിലുണ്ട്, സൗദിയിൽ. അവിടെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ അതുപോലെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇത് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാവരും 300. മെയിനായിട്ട് ഒരു ഇന്ത്യൻ കിച്ചണിലേക്ക് വേണ്ട 90% പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ദുബായിലെ സൂപ്പർ മാർക്കറ്റിൽ. ഞാൻ ദുബായിലുള്ളപ്പോൾ ഒത്തിരി പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പേരിൽ. ഓക്കെ. അപ്പം നമ്മൾ ഒത്തിരി ഇപ്പോൾ ലുലുലാണെങ്കിലും ഒത്തിരി സൂപ്പർ മാർക്കറ്റിലും നമ്മളിത് അല്ലേ? ഇപ്പം ഈ നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി ഇപ്പോൾ സാറേ? ഇപ്പോൾ 40 വർഷമാണ് ഞങ്ങൾക്ക് 2 മാസം മുമ്പ് ആഘോഷിച്ചത്. 40th ആനിവേഴ്സറിയാണ് ആഘോഷിച്ചത്. 85 സ്റ്റാർട്ട് ചെയ്തു, 2025 നമ്മൾ ആഘോഷിച്ചു. എന്ത് തോന്നുന്നു ഈ ഇത്രയും 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സാറിന്? റിയലി സാറ്റിസ്ഫൈഡ്. അതായത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓടാൻ കഴിയുന്നിടത്തോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നഷ്ടബോധം ഇല്ല. ചെയ്യാനുള്ളത് ചെയ്തു. കാരണം നമ്മൾ ഇവിടെ നിന്നേക്ക് ഇങ്ങോട്ട് വന്നതൊന്നുമില്ലാണ്ട്, പോകുമ്പോഴും ഒന്നുമില്ലാണ്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ചെയ്യാവുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. സാറ് 2 പൊസിഷനിൽ സാറ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതൊക്കെയാണ് സാറേ നമ്മുടെ
ഒന്ന് ഇപ്പോൾ ഇന്ത്യൻ കോമൺവെൽത്ത്, ഇതിന് മുൻപ് ഞാൻ സ്പൈസസ് ബോർഡിൻ്റെ നാഷണൽ വൈസ് ചെയർമാൻ ആയിരുന്നു, ദേശീയ വൈസ് കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ. അതിനു മുമ്പ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടേറ്റീവ് ബോർഡ് മെമ്പറായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ. ഇപ്പം ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷനാണ്. അത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 58 രാജ്യങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളെല്ലാം പോയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ടൈപ്സോ എഗ്രിമെൻറ്റുകളും മറ്റുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചുകളും എല്ലാം നമ്മളത് ചെയ്യുന്നത്. കൂടുതൽ ഡയലോഗുകളും മറ്റേതെല്ലാം ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ലോകത്തിൽ എല്ലാം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നു. ഈ സാറിന് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പം മോൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്താണ് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനായിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തുടങ്ങി കച്ചവടം ചെയ്യാനൊരു താല്പര്യം ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒരു 4 വയസ്സ് 4-ൽ പഠിക്കുമ്പോൾ 4-5 പഠിക്കുമ്പോൾ അപ്പൂപ്പൻ പലചരക്ക് കട സ്റ്റാർട്ട് ചെയ്തായിരുന്നു പണ്ട്, അന്ന് അങ്കമാലി തന്നെ. അപ്പം രാവിലെ അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചുമതലയാണ് വീട്ടിലെ പണികളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി ചെയ്യണമെന്നുള്ളത് വീട്ടിലെ കൂട്ടുകുടുംബമാണ്. 10-20 പ്രദേശം ഞങ്ങളെല്ലാവരും ആണും പെണ്ണും കൂടെ 7 പേരാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് ലേഡി പെണ്ണാണ് ചേച്ചി, അതിന് ഞാൻ രണ്ടാമത്തെ, ആണിലെ രണ്ടാമത്തെ ഞാനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിനകത്ത് പാടത്ത് പോകും, അപ്പൂപ്പനും പോവും, അമ്മൂമ്മ പോവും, അപ്പം പോവും, അമ്മ പോവും, ഞങ്ങളെല്ലാവരും പാടത്ത് പോകും. കാർഷിക കുടുംബമാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് അവിടെ എല്ലാം പോകും. അത് കഴിഞ്ഞ് കടയുണ്ട്. അപ്പോൾ വൈകിട്ട് അത് കഴിഞ്ഞ് രാവിലെ പാടത്ത് പോയി കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് വന്ന് സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ സമയത്ത് ഉണ്ടാവില്ല, കടയിൽ പണിയുണ്ട്. ഇപ്പോൾ കടയിൽ പോയി അവിടെയെല്ലാം പാക്ക് ചെയ്ത് തൂക്കി കൊടുത്ത് മറ്റേ പാക്ക് ചെയ്ത് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് രാത്രിയിലാണ് വീട്ടിൽ വരാറ്. അപ്പോൾ അന്ന് തുടങ്ങി ഒരു ബിസിനസ്സിനോടൊരു താല്പര്യമുണ്ട്. ഒരു മൈൻഡ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ ഒരു നിമിഷം പോലും നമുക്ക് ഇപ്പോഴും അതെ, നമുക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഒരു ഐഡിയലായിട്ട് ഇരിക്കുക ബുദ്ധിമുട്ടാണ്. അല്ല, സാറിനെ വിളിച്ചപ്പോഴത്താണെങ്കിലും സാറ് ശരിക്കും പറഞ്ഞെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് സാറിന് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ വളരെ എൻഗേജ്ഡ് ആണ് ഈ ടൈം. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ശീലമാണെന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ വെറുതെ ഐഡിയലായിട്ട് ഇരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുക, ഇവിടെ പോയി ഇരിക്കുക. ഈവൻ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടം പോലെ പേര് വൈകുന്നേരം ആകുമ്പോൾ അവർ കൂടാനായിട്ട് വിളിക്കാറുണ്ട്. വൈകുന്നേരം ഇതെല്ലാം അവർ ഇത് ചെയ്ത് അവിടെ ഇരിക്കാനൊക്കെ ക്ലബ്ബുകളും മറ്റെല്ലാവരും പൊതുവെ. പക്ഷേ എനിക്ക് അതിന് ഇരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. തന്നെ മറ്റൊരു വൈഫ് മക്കളുടെ ബുക്കുകളിൽ എഴുതി വെച്ച ഒരു ലൈനുണ്ട് ചെറുപ്പം മുതൽ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതാ ശകലമാണ് അത്. ഒരുപാട് ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് മൈലുകൾ ഇനി യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓടിക്കൊണ്ടിരുന്നാലേ ഈ ആരോഗ്യ ആയുസ് ഉണ്ടാവുള്ളൂ. വേണമെന്ന് ഇത് ചെയ്യണം, അത് ചെയ്യണം. ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ രാവിലെ ഒന്നും ചെയ്യാനില്ല, എണീക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി അതനുസരിച്ച് വീക്കായി ഇതായിരിക്കും. അത് രാവിലെ എത്ര ഇതാണെങ്കിലും രാവിലെ പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ പോകാനുണ്ട്, സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. ഇത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പിന്നെ ശരീരം ക്ഷീണമൊന്നും പ്രശ്നമല്ല, എണീറ്റിരിക്കും, പോയിരിക്കും. അപ്പോൾ മനസ്സാണ് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ആ മനസ്സിനെ നമ്മൾ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വയ്യ, നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടി പോയി അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മളാണ് നമ്മുടെ കോൺഷ്യസ് ആണ് നമ്മളോട് ശരീരത്തോട് പറയുക. അപ്പോൾ കോൺഷ്യസ് വിൽ ബി റെഡി ഫോർ ദാറ്റ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ശരീരം പറയണം ശരീരം എപ്പോഴും ക്ഷീണമായിരിക്കും. ക്ഷീണമില്ലാത്ത ശരീരമില്ല. തീർച്ചയായിട്ടും അതെ. വൈശാഖിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞെങ്കിൽ എന്ത് കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ് സംഭവം. എന്തെങ്കിൽ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്ഷൻ ആയിരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ല, അത് സാറിന്റെ ഇപ്പൊ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. താങ്ക് യു. അല്ല, സാറിന്റെ ഒരു മനസ്സുണ്ടല്ലോ. പിന്നെ അതുകൂടാതെ സാറിന് ഇപ്പോൾ ഈ ഒരു ബിസിനസ് മാത്രമല്ല, സോഷ്യൽ വർക്കുണ്ട് അല്ലേ. പിന്നെ അതുകൂടാതെ നമ്മളുടെ എന്താ പറയുക, ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് നമ്മളൊരു തൊഴിലാളി മുതലാളി എന്നുള്ളൊരു ബന്ധത്തിലല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. കുടുംബമായിട്ടാണ് എല്ലാവരും നടന്നിട്ടുള്ളത്. അവരുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം. എത്രത്തോളമാണ് നമ്മുടെ സ്റ്റാഫിന്റെ സപ്പോർട്ട്?
ഫുൾ അവരുടെ സപ്പോർട്ടോടെയല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. ശരിക്കും ഒരാളെ കൊണ്ട് അത് പറ്റില്ലല്ലോ ചെയ്യുന്നത്. അവരെല്ലാവരും ജസ്റ്റ് അവരുടെ എന്നുള്ള തലത്തിൽ അവരുടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും നമ്മുടെ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാനും ഇത് മറ്റുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഓടാതിരിക്കുന്ന നിവൃത്തിയില്ല. കാര്യങ്ങൾ ഓടാനായിട്ട് അവർ നോക്കിയില്ലെങ്കിൽ എനിക്ക് ഓടേണ്ടി വരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ സാറേ, ഏതൊരു ബിസിനസ്സുകാരനും വേണ്ട ക്വാളിറ്റി എന്താണ്? ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ തന്നെയല്ല, ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും നല്ല നമ്മൾ ഒരു മാതൃകയായിട്ട് എടുക്കേണ്ടത് പുൽക്കൊടികളെയാണ്. ശരിക്കും പുല്ലുകളെ അല്ലെങ്കിൽ ചെടികളെ. ഓരോ ചെടിയും അതിൻ്റെ മാക്സിമം ശ്രമത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങളനുസരിച്ച് മാക്സിമം സൂര്യനിലേക്ക് എത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരിക്കലും തൊട്ടടുത്ത പുല്ലിനെ താഴ്ത്തി കെട്ടാനോ ഇടിച്ച് താഴ്ത്താനോ നിങ്ങൾ ശ്രമിക്കാറില്ല. തനിയെ ജയിക്കുക. നമ്മൾ എത്തുക, ജയിക്കുക എന്നല്ല, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഓരോ മനുഷ്യനും ഓരോ ക്വാളിറ്റിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷ എന്ന് പറയാം ഈ ജീവിതം. അപ്പോൾ ആ പരീക്ഷയിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരം വളരെ ലളിതമാണ്, നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം? നമ്മുടെ ഉത്തരം നമ്മൾ നേരിട്ട് എഴുതുന്നതിന് പകരം മറ്റുള്ളവരെ നമ്മൾ കോപ്പി അടിക്കാൻ നോക്കുന്നു. ആ ആൻസർ കോപ്പി. അതാണ് ഏറ്റവും വലിയ ഫെയിലിയർ. അടുത്ത വീട്ടിൽ അവൻ അവങ്ങത് ചെയ്യരുത്, ഇവിടുത്തെ വീട്ടിൽ ഇവൻ ഇത് ചെയ്യുന്നു, മറ്റേത് ചെയ്തു പോകുന്നു, അപ്പം എനിക്ക് അതിനേക്കാൾ ചെയ്യണം. അത് കോപ്പി അടിക്കുന്ന അവരുടെ ലൈഫിൽ നമ്മൾ കോപ്പി അടിക്കുന്നു. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും യുണീക്കാണ്, സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ അവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വർഗീസ് മൂലൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ വേറൊരു പേര് ഞാൻ പറഞ്ഞു, വേറൊരു സുമേഷ് ലോകത്തിൽ വേറെ ഉണ്ടാവില്ല, സുമേഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും അവിടെ. കാരണം അവർ വലുതാണ്, അവരുടെ വീട് വലുതാണ്, അല്ലെങ്കിൽ അവരുടെ ഇത് വലുതാണ്. വീടൊക്കെ എന്ന് വെച്ചാൽ ഇത് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം ശരിക്കും ഞാൻ കുറച്ച് ആത്മീയത ചേർത്താൽ പറയാറ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം. അതിനെങ്കിൽ സാറ് വന്ന വഴികളുണ്ടല്ലോ, അതൊന്നും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും ഷെയർ ചെയ്യാം. എനിക്ക് അതായത് ചെറുപ്പം മുതൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങി ചെറുപ്പം മുതൽ നമ്മൾ കിടന്നുറങ്ങുമ്പം മുതൽ ചെറുപ്പത്തിലെ ഒരു 2 വയസ്സ് 3 വയസ്സിലൊക്കെ നമ്മൾ ഉറങ്ങുമ്പോഴും വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കുന്ന നിർബന്ധമാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു അധ്യായം ബൈബിൾ വായിക്കാതെ കിടന്നുറക്കാൻ പറ്റില്ല. ഒരു പ്രാർത്ഥന തീരില്ല. പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യും. കാരണം പണ്ട് തുടങ്ങി പാരമ്പര്യമായിട്ട് വേണമെങ്കിൽ എത്ര 100, 200, 500 വർഷം തുടങ്ങിയുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യമാണ്, കുടുംബ പാരമ്പര്യം. അപ്പോൾ അത് ഞങ്ങൾ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ളപ്പോഴിങ്ങനെ വെറുതെ കിടക്കുമ്പോഴും ഈ വാചകങ്ങളെല്ലാം നമ്മുടെ ചെവിയിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വായിക്കുന്നതെല്ലാം ഉറങ്ങാണ്ട് കിടക്കുമ്പോൾ 2 വയസ്സ് 3. അപ്പോൾ അത്രമാത്രം ആഴത്തിൽ ഓരോ വാചകങ്ങളും മനസ്സിലുണ്ടെന്ന് മുതൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏത് ബൈബിളിൽ പുതിയ നിയമമാണ് മെയിൻ, പഴയ നിയമം അധികം വായിക്കാറില്ല. അപ്പോൾ അതിൻ്റെ എപ്പോഴും നല്ല ഒരുവിധം എല്ലാം തന്നെ ബൈഹാർട്ടാണെന്ന് പറയാം. ചെറുപ്പം മുതൽ കേട്ട് പിന്നെ ഞങ്ങളായി വലുതായി കഴിയുമ്പോൾ ഓരോരുത്തരും മാറി മാറി വായിക്കണം, അതൊക്കെ നിർബന്ധമാണ്. ഇത് കറക്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ അന്ന് ഊണ് കിട്ടില്ല. നിർബന്ധമാണ് വീട്ടിലെല്ലാവർക്കും. മറ്റെല്ലാതിനേക്കാളും ഇതാണ് പ്രാർത്ഥിച്ചിരിക്കണം. അപ്പോൾ അതൊരു നല്ലൊരു കഴിവ് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ധ്യാനിക്കാനും മറ്റേതിനും. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്, അതിൻ്റെയൊക്കെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ ഒരു തലം ഇപ്പോഴും നമ്മുടെ ഇപ്പോഴും ആ ഒരു ഇതിനകത്തൊരു ആത്മീയ തലം നമ്മുടെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവും അത് ഇപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അതേപ്പറ്റി ഞാൻ കുറേ പഠനങ്ങൾ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ആത്മീയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പറയുന്ന തലത്തിലുള്ള അനുഭവമല്ല, മറ്റേ ഈ ഭൗതികവും ആത്മീയവും അത് 2 വിധത്തിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു തലം എന്ന് പറയുമ്പോൾ ഞാനിവിടെ അലിഗഡിൽ ജോലി ചെയ്യുമ്പം അവിടെ എൻ്റെ കീഴിൽ മറ്റേ ലെയ്ത്ത് താക്കോലുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ കമ്പനിയിൽ, മറ്റേ സന്തോളി ഇന്ത്യ കമ്പനിയിൽ. അപ്പോൾ താക്കോലുണ്ടാക്കുന്ന കമ്പനിയിലൊരു ഈ ഇതുണ്ടാക്കുന്ന ഇതുണ്ട്, ഇവർ മറ്റേ ലെയ്ത്ത് പണിക്കാർ, ലെയ്ത്ത് പണിക്കാർ ഇങ്ങനെ ഉറച്ചൊരിക്കുന്നത് ചെയ്യുന്ന പാർട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ അവിടെ ഇങ്ങനെ നമ്മളിവിടെ ജോലി ചെയ്ത് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചിരുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ അവൻ അവിടുത്തെ ഒരു വേറൊരു പെൺകുട്ടിയായിട്ട് ചെറിയൊരു ലൈനായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും അവരിങ്ങനെ മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞ്, ഇപ്പോൾ ഒരു വേറെ മതം വേറെ ഇതൊക്കെയായിരുന്നു അവരറിഞ്ഞ്, അവരെല്ലാം കൂടെ പ്രത്യേകിച്ച് അവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം 2 മതത്തിലുള്ള വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നം വേറെ ഇല്ല, പ്രത്യേകിച്ച് മറ്റേ വേറെ മതങ്ങൾ.
അപ്പോൾ അതെല്ലാവരും കൂടെ എല്ലാം കൂടി ഒരു ദിവസം അവർ കൂടിയ സമയത്ത് കാണാൻ ഒന്നിച്ച് കൂടിയ സമയത്ത് അവരെല്ലാം കൂടെ രഹസ്യമായിട്ട് വന്ന് ഇവരെ തല്ലിക്കൊന്നു. ഇവനെ പല ആൾക്കാർ വന്നിട്ട് വടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് തല്ലിക്കൊന്ന് ബോഡി കൊണ്ടുവന്ന് മറ്റേ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ടു. റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞ് രാത്രി എന്നിട്ട് ആരോ പോലീസിൽ ഇങ്ങനെ അറിയിഞ്ഞ് പോലീസുകാർ വന്നതുകൊണ്ട് മോർച്ചറി വെച്ചു. അത് ശനിയാഴ്ച വൈകിട്ടാണ്. പിറ്റേ ദിവസം ഞായറാഴ്ച. എന്നിട്ട് തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റൽ തുറക്കണേ. ഹോസ്പിറ്റൽ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ബോഡി എടുത്തപ്പം ബോഡിയിൽ ഒരു അനക്കം കണ്ടു. ആ ഒരു അനക്കം കണ്ട് ഇതിനകത്ത് ചെയ്തപ്പോൾ ആൾക്കാർ മറ്റേ റിസിറ്റേഷനും മറ്റേ ഇതൊക്കെ കൊടുത്ത് ബോഡി ഇതെല്ലാം കൊടുത്ത് ശരിക്കും ഇതെല്ലാം കൊടുത്ത് വായുവിൽ ഇതെല്ലാം അങ്ങനെ കൊടുത്ത് അവൻ ജീവിച്ചു വന്നു. അവൻ ജീവിച്ചു വന്ന് അത് ജീവിച്ച് വന്നു കഴിഞ്ഞ് ഒരു മാസത്തോളം കഴിഞ്ഞ് 1.5 മാസത്തോളം അവൻ ഹോസ്പിറ്റലിൽ ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ ജോലിക്ക് വന്നു. അപ്പോൾ കൂടെയുള്ള വേറെ ജോലിക്കാർ പറഞ്ഞത് അവൻ ഇത് കഴിഞ്ഞിട്ടാണ് വന്നേക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല, ഞാനത് അറിഞ്ഞില്ലായിരുന്നത്. അവൻ വന്നില്ല എന്നുള്ളത് അറിഞ്ഞു, പക്ഷെ അവനിങ്ങനെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റുള്ളവരാ പറഞ്ഞു അവൻ ആൾക്കാർ തല്ലിക്കൊന്നു അതേ എണീറ്റ് പോന്നേക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ള ഹിന്ദിക്കാർ കൂടുതൽ പറഞ്ഞത് തല്ലിക്കൊന്നാല് ആ നടന്ന കാര്യം. ഡെഡ് ബോഡി 2-3 ദിവസത്തോളം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് അതിനകത്ത് ഇത് ചെയ്യുന്നത്. ഡെഡ് ബോഡീസ് മറ്റേ ഐസിൽ വെച്ചിരുന്നത്. ഇപ്പൊ ആർക്കും സാധാരണഗതിയിൽ ഇതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാനും വിശ്വസിച്ചില്ല. അതൊക്കെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. മറ്റുള്ള പറഞ്ഞേ അങ്ങനെ നടക്കില്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ട് യേശു മാത്രമേ ലോകത്തിലാകെ ഇത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ അവനെപ്പറ്റി ചോദിച്ചു കൂടുതൽ മറ്റുള്ളവരോട് അവരെപ്പറ്റി പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് അറിയാനായിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ പറഞ്ഞു അവനുമായിട്ട് പതുക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി. അപ്പോൾ അവനുമായിട്ട് പതുക്കെ വൈകുന്നേരം ജോലി കഴിയുമ്പോൾ അവനെ ഞാൻ വിളിച്ചുകൊണ്ട് പതുക്കെ അവിടെ സ്കൂട്ടർ കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ അവനെ ഇരുത്തിക്കൊണ്ട് അടുത്ത ഹോട്ടലിൽ പോയിരുന്ന് വെറുതെ ചായ കുടിച്ച് ഇത് ചെയ്ത് അപ്പോൾ കാര്യങ്ങൾ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് 2-3 മാസത്തോളം അവനെങ്ങനെ പതുക്കെ കൊണ്ടുപോയി കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ വന്നപ്പോഴാണ് അവനാ മരിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെയുള്ള അവൻ്റെ ആ പ്രജ്ഞ കോൺഷ്യസ് ഏതിലൂടെയൊക്കെ എന്തൊക്കെയാണ് നടന്നു പോയി എന്നുള്ള ആ യാഥാർത്ഥ്യം അവൻ കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ അവസാനം എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. അല്ല സാറിന് ശരിക്കും പറഞ്ഞാൽ ആ കഥ കംപ്ലീറ്റ് കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് പറയണല്ലോ. അതാ പറഞ്ഞ കൃത്യമായിട്ട് നടന്ന് അത് പറയുമ്പം ഇത് പറയുമ്പോൾ അവൻ്റെ ആകെ ഭയങ്കര മുഖത്ത് കാണുമ്പോൾ നമുക്കറിയാം. ഒരു ഇത് പറയുമ്പോൾ അറിയാം അതിൻ്റെ ആ വിഷമവും മറ്റേ അതിനകത്തൊക്കെ അത് പോയി കഴിഞ്ഞാൽ ഒരു ഇത് പിന്നീട് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൻ്റെ തവലും ഭയങ്കര മുഖത്തെ അവരിത് കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാതെ. അതുകൊണ്ട് തന്നെയാണ് സത്യമാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ വീണ്ടും ചോദിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ്. അപ്പം അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ കേൾക്കുന്നതല്ലല്ലോ ശരി, ഇതുവരെ പഠിച്ചതല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതേപ്പറ്റി ഒരു പഠനം ഇതേപ്പറ്റി ഒന്ന് അറിയണം. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പിന്നെ ലീവ് എടുത്തുമൊക്കെ ആയിട്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാ മതകേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഞാൻ തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി ഓരോ സ്ഥലത്തും പോയിട്ട് അവരുടെ ഓരോ മതങ്ങളും അവരുടെ ഇതെല്ലാം ഭാഷകളെല്ലാം പിന്നെ ഹിന്ദി അറിയാം, പിന്നെ ഇംഗ്ലീഷും മറ്റു ഇതെല്ലാം ഒറിയ അറിയാം, ഇങ്ങനത്തുള്ള കുറേ ഭാഷകളെല്ലാം ഞാൻ ഇതിനകത്ത് പഠിച്ചു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് അപ്പോൾ പൂരി ടെമ്പിളിൽ പോയി, പിന്നെ അതുപോലെ പുഷ്കർ ഇതിനകത്ത് പോയിട്ട് ഗുജറാത്തിൽ, പിന്നെ അതുപോലെ മറ്റുള്ള മെയിൻ ക്ഷേത്രങ്ങൾ മറ്റുള്ള അതായത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിന് വേണ്ടിയിട്ട് കമ്പനി ചിലവ് വരും, മാർക്കറ്റിങ്ങിന് പോകേണ്ടി വരും. അപ്പോൾ പോകും ഇതോട് ലിങ്ക് ചെയ്ത് അടുത്ത ഈ സ്ഥലങ്ങളോട് പോയി കണ്ട് ഒരു ദിവസം അവിടെ കൂടുതൽ താമസിച്ചിട്ട് അപ്പോൾ പിന്നെ കമ്പനിയുടെ കാര്യം നടക്കും, നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ കന്യാകുമാരി മുതൽ കാശ്മീർ ഇവിടെ വരെ ലഡാക്ക് വരെ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് യാത്ര ചെയ്ത് ഇതെല്ലാം പഠിച്ചു. പിന്നെ ശരി ക്ഷേത്രങ്ങളിൽ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ കാമ്യ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ പോയിട്ടതാണ്. അങ്ങനെ പോയി ഇതേപ്പറ്റി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതേപ്പറ്റി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടുതൽ അറിഞ്ഞ് കൃത്യമായിട്ട് ഇതേപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വിശ്വാസത്തിൽ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ ഇതെല്ലാം ഈ അറിവുകളും ഇതേപ്പറ്റിയെല്ലാം വേരൂന്നിയതും മറ്റേ മഹർഷിമാരും ഇവരെല്ലാം കൃത്യമായിട്ട് അതേപ്പറ്റി അറിഞ്ഞതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും. പക്ഷെ അത് കഴിഞ്ഞ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം മറ്റേ ഓരോ തലമുറ വെച്ച് പകർന്നു പോരുന്നതിൽ കുറച്ച് ഇതിനകത്ത് വന്നപ്പോൾ ക്ലിയർ അല്ല കൃത്യമായിട്ട് ആൾക്കാർ. അല്ലെങ്കിൽ നമ്മളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷമെങ്കിലും കൂടെ ഏതെങ്കിലും ഗുരുവിൻ്റെ കൂടെ നേരിട്ടിരുന്ന് അതെല്ലാം കേട്ടിട്ടുണ്ട്. നമുക്കതിന് സാധിക്കും, സമയമില്ല, സാധ്യതയില്ല.
നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കില്ല അന്നത്തെ കാലം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ജീവിതം വിട്ടിട്ട് അതിനകത്തേക്ക് മാത്രമാണ്. പക്ഷേ കുടുംബം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമായിട്ട് നമുക്കത് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടെ എളുപ്പം എന്ന് ആൾക്കാർ പറഞ്ഞു മറ്റേ ബുദ്ധമതത്തിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറേയും കൂടെ കൃത്യമായിട്ട് അറിയാമോ. അങ്ങനെ ഞാനിവിടെ ഇതിനകത്ത് ഹിമിസ് ഗോംബ എന്ന് പറയുന്ന മറ്റേതിനകത്ത് ലേയിൽ നിന്ന് ഏതാണ്ട് 42 കിലോമീറ്റർ അകലെയുള്ള ഹിമിസ് ഗോംബ, അതായത് മറ്റേ ഇൻഡസ് വാലി നദിയുടെ തീരത്തുള്ള കാരക്കോറ, അവിടെ ഹിമാലയ താഴ്വരയുള്ള അവിടെ പോയിട്ട് ഒരു 2 മാസം അവിടെ പോയി താമസിച്ചു. അവിടുത്തെ ഭിക്ഷുവായിട്ട് അവിടുത്തെ സന്യാസിയായിട്ട് അവരുടെ ഒപ്പം അവർ ചൊല്ലുന്നത് ബുദ്ധശരണം കച്ചാമി സംഘച്ചാൽ ഇതൊക്കെ ചൊല്ലി മന്ത്രം ചൊല്ലി അവരുടെ കൂടെ അങ്ങനെ നടന്ന് അതിനകത്ത് ഇത് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് കൃത്യമായിട്ട് യേശു വന്ന് 2000 വർഷം മുമ്പ് അവിടെ ധ്യാനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇത് മറ്റേ ബുദ്ധ മന്ദിരം. അവിടെ ചെന്ന് പഠിച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ ആഴത്തിൽ ഇതേപ്പറ്റി കൃത്യമായിട്ട്, അതായത് നമ്മൾ മുൻപ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് പഠിക്കാനും ഇല്ല ചിന്തിക്കാനും ഇല്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ഒരു പാത്രം നിറഞ്ഞിരിക്കുന്നു, അതിനകത്തേക്ക് ഒരിക്കലും പിന്നെ അതിനകത്ത് വെള്ളം പകരാൻ പറ്റില്ല. അതിനുള്ള പാത്രം തുറന്ന് വെക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര വേണേലും വെള്ളം വെക്കുക. അത് കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാലും അതിനകത്ത് വെള്ളം കയറില്ല. അപ്പോൾ ഇതിനകത്ത് മനസ്സ് തുറക്കുക, അതായത് എന്താണ് എക്സ്പ്ലോർ. യേശു പറഞ്ഞിട്ടുണ്ട് സത്യം നിങ്ങൾ തിരിച്ചറിയുക, സത്യത്തെ അന്വേഷിക്കുക, അപ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അത് കൃത്യമായിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ അങ്ങനെയാണ് ഇത്. ദൈവം എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം, എന്താണ് ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് വന്നത്, എന്തിനാണ് ഇതിനകത്ത് എൻ്റെ ലക്ഷ്യം എന്താണ്, ജീവിത ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഞാനിത് അന്വേഷിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ജീവിതത്തിലെ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഭയങ്കര യാത്രയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഇതിനകത്ത് ഈ ഭൂമിയിലെ യാത്ര. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഞാനൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന ഈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഗ്രേസ് മാർക്കുണ്ട്. ചെയ്യുന്ന ഗ്രേസ് മാർക്ക് തന്നെയല്ല, അത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുമ്പം, അത് യേശുവിനത് പറഞ്ഞങ്ങനെ വേറെ രീതിയിൽ ഞാൻ പറയുന്നത് എൻ്റെ രീതിയിലാണ്. അതായത് മറ്റുള്ളവർ നമ്മളോട് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അത്. യേശു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുക അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ. ഞാൻ പറയുന്നതിന് മറ്റേ സൈഡാണ്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ നമ്മളോട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ അവരോടും മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല. ബേസിക് ലോ അതാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ നടക്കുന്ന സംഭവം എന്നുണ്ടെങ്കിൽ പല രീതിയിലും തമ്മിൽ അടിക്കാനുള്ള ഒരു അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ വളരെയധികം ചെറിയ രീതിയിൽ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഈ പാർട്ടിയാണ്, ഞാൻ ഈ മതമാണ്, ഞാൻ ഈ കുടുംബമാണ്, ഈ ഇതാണ്, മറ്റുള്ളവർ ഞാൻ ഈ മതമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നാൽ പിന്നെ കംപ്ലീറ്റ് ഉള്ളത് ഈവൻ സ്വന്തം സഹോദരങ്ങൾ തന്നെ വേറെ ഇതിനകത്തേക്ക് സമ്പത്തിൻ്റെ കാര്യം വന്നു. ആ എനിക്ക് കൂടുതൽ സ്വത്ത് വേണം എന്ന് സഹോദരങ്ങൾ തമ്മിൽ ഇതായി കഴിഞ്ഞാൽ അടിയായില്ലേ, അവർ തമ്മിൽ ഇത് പ്രശ്നമായില്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഇത് ഒരേ കുടുംബത്തിൽ തന്നെ 2 പേര് 2 പാർട്ടിയിലൊന്നാ എൻ്റെ പാർട്ടി ജയിക്കണം, എൻ്റെ പാർട്ടി, അവർ തമ്മിൽ തർക്കമായില്ലേ. പക്ഷേ ഒരാവശ്യമില്ല. അത് ഇപ്പം മതത്തിൻ്റെ കാര്യമായാലും അത് തന്നെ, കാസ്റ്റ് ആയാലും ഇത് തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇതെല്ലാവരും വിഭാഗീയത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക, അതെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകോംപാസിങ് ദ ഓൾ യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ എന്താ പറയുക ശരിയായ നേച്ചർ അതാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലെ നേച്ചറും. അപ്പോൾ അത് അതീന്ദ്രിയ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. ശരിക്കും ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉയർന്ന തലങ്ങളുമായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് സംവേദനം ചെയ്യാൻ കഴിയുന്നുണ്ട്, അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ഹയർ ഇതിനകത്തുള്ള യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പോൾ അതിന് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക, ക്ലിയറായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ആരോടും ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരോട് നമുക്ക് ശത്രുത ഉണ്ടാകാം, നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നമുക്ക് അവരോട് പോയി വൈരാഗ്യം ചേർക്കാനോ പോയി ക്ഷമ പറയാനോ, പക്ഷെ അവരുമായിട്ട് നമ്മുടെ മനസ്സിലൊരു പ്രശ്നം ഉണ്ടാവരുത്. മനസ്സിൽ അവരുമായിട്ട് ഡിസ്റ്റൻസ് കീപ് ദം അവേ. അതായത് മനുഷ്യനായിട്ട് കാണുക, അത്രയേ ഉള്ളൂ. മനുഷ്യനായിട്ട് കാണുക, ചെയ്യേണ്ടത് ചെയ്യാം. നമുക്ക് ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. അവരവരുടെ കാര്യം നോക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സാറേ ഒത്തിരി കാര്യങ്ങൾ സാറിൻ്റെ കുറേ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചു. എത്രത്തോളമാണ് സാറിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്? ആരൊക്കെയുണ്ട്? ഞങ്ങൾ, എൻ്റെ ഭാര്യ, ഞാൻ, ഭാര്യ, മക്കൾ.
എത്ര പേരാ? രണ്ടുപേര് മക്കള്. എത്രത്തോളം ഫാമിലിയുടെ സപ്പോർട്ട്? അവരാണ് എല്ലാത്തിൻ്റെ സപ്പോർട്ട്. അവരാണ് മുമ്പിൽ നിന്ന് ഇത് ചെയ്യുന്നത്. ഞാൻ കൂടെ നിന്നിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നത് ചെയ്യുന്നു, അവർ ചെയ്യുന്നു. ഭാര്യ ഉൾപ്പെടെ ഡയറക്ടേഴ്സാണ്, എല്ലാവരും ഡയറക്ടേഴ്സാണ്. മോനും മരുമോളും. പിന്നെ മോളുടെ കമ്പനി ഇത് എക്സ്പോർട്ട് ചെയ്ത് അവർ ഓസ്ട്രേലിയയിലാണ് മോള്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ അവിടുത്തെ നിയമം അനുസരിച്ച് വേറെ എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. സിറ്റിസണാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ബലമായിട്ട് അവളെ എന്നെ കമ്പനിയിൽ നിന്ന്, അവളെ പല കമ്പനിയിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കുന്നു പറഞ്ഞാൽ ബലമായിട്ട് ഒഴിവാക്കിയിട്ട് അവൾ പോയി. അവൾ ഉണ്ട്, അതിനെ പറഞ്ഞത്. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞായിരുന്നു. റോക്കറ്ററി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചാരക്കേസ് അറിയാലോ ഇവിടുത്തെ റോക്കറ്ററി, അതായത് മറ്റേ ISROയിൽ നടന്ന, അതായത് 93 ലിക്വിഡ് പ്രൊപ്പൽഷൻ എൻജിൻ വെച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു ടെസ്റ്റ് ലോഞ്ച് ചെയ്തു. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ലോകരാജ്യങ്ങൾ പലരും അത് കണ്ട് പേടിച്ചു. അതോടുകൂടിയിട്ട് നമ്മളെ ഇന്ത്യയെ തകർക്കാനുള്ള, അതായത് ഇതിനകത്ത് ഈ മറ്റേ ISRO ഇതിനകത്ത് റോക്കറ്റ് സയൻസിൽ ഇന്ത്യയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ഒരു ഗൂഢാലോചന നടന്ന് അതിൻ്റെ ഭാഗമായിട്ടൊരു ഭയങ്കര കോൺസ്പിറസി ഒരു ഇത് നടന്നു. നമ്പി നാരായണൻ എന്ന് പറഞ്ഞ പ്രമുഖ ഇതെല്ലാം കണ്ടതിൻ്റെ ഉപജ്ഞാതാവായ വികാസ് എഞ്ചിൻ്റെ ഉപജ്ഞാതാവായ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ 50 ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ 28 വർഷം നശിപ്പിച്ചു. ഇന്ത്യയുടെ 20 വർഷം പോയി കിട്ടി. അത് കഴിഞ്ഞ് 2018 ആണ് 1993 അദ്ദേഹം ഡെവലപ്പ് ചെയ്ത വികാസ് എഞ്ചിൻ എന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിൻ ഉപയോഗിച്ച്, അതും ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് 2018 പിന്നെ നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് മാഴ്സിലേക്കും പിന്നെ മറ്റുള്ള ചന്ദ്രയാൻ 2, 3 പിന്നെ ആദിത്യ ഇന്നെല്ലാം വരാൻ പറ്റിയത്. ഇത് ശരിയായ രീതിയിൽ കൃത്യമായ പ്രോജക്റ്റുകൾ നടന്നിരുന്നെങ്കിൽ 90കളിൽ ഇന്ത്യ അതെല്ലാം ചെയ്യേണ്ടതായിരുന്നു. അതോടുകൂടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെക്കാളെല്ലാം ഒരുപാട് മുന്നിൽ നമ്മൾ എത്തേണ്ടതായിരുന്നു റോക്കറ്റ് സയൻസിൽ. അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ലോകം അറിയേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു, സത്യാവസ്ഥ. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു ദൗത്യം ലഭിച്ചതായിട്ട് എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ. അവസരം കിട്ടി, അത് ചെയ്തു. അതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഭയങ്കരമായ ഒരു ഫലവത്തായി ഒന്ന് എനിക്ക് തോന്നുന്നു. അതായത് അതുവരെ ISROയിൽ ഏതാണ്ട് 2500ഓളം സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കേസ് നടന്നതിന് ശേഷം അവിടെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും മോറലായിട്ട്, അതായത് മറ്റേ സമൂഹത്തിൻ്റെ മുൻപിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു എല്ലാവരും. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുക, അവരോട് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അവർക്കും ഒന്നിനൊരു എന്താ പറയുന്ന ഒരു ഉത്സാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു എന്താ പറയുന്ന ഒരു എൻതൂസിയാസം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എന്ത് ചെയ്തത്. അപ്പോൾ പക്ഷേ കേസ് കൃത്യമായിട്ട് ഇതിങ്ങനെ വന്നു. നമ്പി നാരായണൻ കുറ്റവിമുക്തനാക്കി തീരുമാനിക്കപ്പെട്ടു. ഗവൺമെൻറ്റിനെയും കൊണ്ട് തന്നെ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് കൊടുപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് പോയ 20-25 വർഷം ഒന്നും ആവുന്നില്ല, തിരിച്ചു കിട്ടുന്നില്ല. രാജ്യത്തിൻ്റെ പോയതും പോയി. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ രാജ്യത്തിൻ്റെ നേതാക്കൾ, ഇതെല്ലാം ഭരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷേ അത് ഒരുപാട് ഇതുള്ള കാര്യമാണ്. ഭയങ്കര രാജ്യത്തിൻ്റെ ഇത്രയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുന്ന അതിന് തലപ്പത്തുള്ളവർ തന്നെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറയുമ്പം. സാറിൻ്റെ പുതിയൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു മൂവി, അതിൻ്റെ ഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞു. അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? GDN എന്നാണ് സിനിമയുടെ പേര്. GDN. GD നായിഡു എന്ന് പറയുന്ന ഒരു പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ പറ്റിയുള്ള, ഇതുപോലെ തന്നെ നമ്പിനാരനെ പറ്റിയുള്ള അതുപോലെ തന്നെ മറ്റൊരു തലമാണ് ഇതിനകത്ത്. മറ്റൊരു വ്യക്തിത്വത്തെ പറ്റിയാണ് നമ്മളിപ്പം ലോകത്തിലോട് ഇത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് അഭിനയിക്കുന്നത് ഇത് മെയിനായിട്ട് മാധവനാണ്. പിന്നെ നമ്മൾ ജയറാമുണ്ട്, സത്യരാജുണ്ട്, പ്രിയാമണിയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട്. നല്ല ഒത്തിരി പേരുണ്ട് അതിനകത്ത് ഉള്ളവര്. ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ഏപ്രിലേക്ക് നമുക്ക് ഇതിനകത്ത് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും സക്സസ്ഫുൾ ആകട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു നല്ല പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മറ്റുള്ളവരെല്ലാം ഫിസിക്കലായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി യുദ്ധമല്ല. ഇദ്ദേഹം ഇൻ്റലക്ച്വലായിട്ട് ആണ് മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി മറ്റേ ഇൻകം ടാക്സിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും ഗവൺമെൻറ്റിന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിയ ആളാണ് അദ്ദേഹം. എഡിസൺ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഈ ഫൗണ്ടൻ പെൻ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ നമ്മുടെ ബൈക്ക് ബുള്ളറ്റ് ബൈക്ക്, അതുപോലെ ടൈപ്പ് റൈറ്റർ, ഇതെല്ലാം ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതെല്ലാം അടിച്ചു മാറ്റി വേറെ ആളുകൾ അവരുടെ പേറ്റന്റിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തു. അപ്പോൾ അതെല്ലാം ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക. എന്തുമാത്രം ട്വിസ്റ്റ് ഇതാണ്, ശരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും അതിന് ഇത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് കാണാൻ മറക്കരുത്. ശരിക്കും വാല്യുബിൾ ഉള്ള ഒരു ഫിലിമാണിത് അല്ലേ? ഒരുപാട് കാണേണ്ട, അതിന് ഒത്തിരി നാടകീയ രംഗങ്ങളും ഒരുപാട് അങ്ങനത്തെ ഉള്ളൊരു ഇതാണത് ശരിക്കും. അപ്പോൾ സാറേ, നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സാറിൻ്റെ ലൈഫ് ജേണിയെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ആത്മീയ കാര്യങ്ങളെ പറ്റും ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് സാറ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറയാം. അച്ചീവ്മെൻറ്റ്സ് നമ്മൾക്ക് എന്താ പക്ഷേ നമ്മൾ ഈ പോകുന്ന യാത്രയിൽ ഓരോ എന്താ പറയുന്നത് ഓരോ നാഴികക്കല്ലെന്നോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം പോകുമ്പോൾ അതിൻ്റെ ഒരു മറ്റേ നേച്ചർ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റായിട്ട് ഒരു അംഗീകാരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ന് കാണാനാണ് എനിക്ക് താല്പര്യം. അത് വരുന്നത് ഓരോ ഇതിനകത്ത് ഓരോ പ്രസ്ഥാനം വഴിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് വഴിയോ മറ്റേതായിരിക്കാം. അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലേ, അതിനു വേണ്ടി കിട്ടുന്ന അത് അംഗീകാരം ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്നുള്ള രീതി അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കിട്ടുന്നത്. അപ്പോൾ ആര് തരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്ന പ്രകൃതിയാണ്. ഞാനെല്ലാം അതുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പ്രജ്ഞ എന്ന് പറയുന്ന ഒരു എനർജി കോൺഷ്യസ് ഉണ്ട്. ശ്രദ്ധിച്ചു, ആ കോൺഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാനാണ്. അത് വികസിച്ച് എല്ലാവരും ഉൾക്കൊള്ളാനാണ് നമ്മുടെ ഉള്ളിലേത്. അതിന് നമ്മൾ ഭൗതിക തലത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അടുത്ത സ്ഥലം പിടിച്ചു പിടിക്കുക, എനിക്ക് ഇവിടെ മുകളിലെത്താൻ ശ്രമിക്കുക, മറ്റേതിലെത്തി അത് ഭൗതിക തലത്തിലേക്ക് മാറ്റുമ്പോൾ അത് ഭൗതിക തലമല്ല വേണ്ടത്, ആത്മീയ തലത്തിലാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് വിടർന്ന് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗമാണല്ലോ, നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. ഒരു 100 വർഷം മുമ്പ് ജീവിച്ചിരുന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശാസ്ത്രീയ വികസനമാണ് ഇന്ന് നമ്മുടെ യുഗം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടെല്ലാം ഇതുപോലെ ആയിരങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തുക എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. പത്രങ്ങളിൽ അടിച്ച് അതിൽ ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പറയും. എന്നാൽ ഇന്ന് വളരെ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ട് വളരെയധികം പേരിലേക്ക് നിമിഷ നേരത്തിനുള്ളിൽ നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ ആശയങ്ങളും എല്ലാം എത്തിക്കാനായിട്ട് കഴിയുന്നു. ഡ്രീം ഡിജിറ്റൽ മീഡിയ ചെയ്യുന്നത് ജനങ്ങൾക്ക് വലിയൊരു സഹായമാണ്. കാരണം നല്ല ആശയങ്ങൾ, വിജയിച്ചവരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അവർ കടന്നുപോയ അവരുടെ ബുദ്ധിമുട്ടുകൾ, തരണം ചെയ്ത പ്രതിസന്ധികൾ, അതെല്ലാം ഇതുപോലെ കണ്ടുപിടിച്ച് അവരോട് ചോദിച്ച് അതെല്ലാം അനലൈസ് ചെയ്ത് ഈ ഡിജിറ്റൽ മീഡിയ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഇത് വലിയൊരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കുക. കൂടുതൽ അതനുസരിച്ച് നമ്മളവരുടെ ജീവിതം ഇതെല്ലാം പ്രായോഗികമായിട്ട് വിജയിച്ചവരുടെ ചരിത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും അത് വിജയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ നമുക്ക് കൂടുതൽ കേൾക്കാം, ഇത്തരം ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. നമുക്ക് നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നന്ദി, നമസ്കാരം.